സിൽവർ ലൈനിൽ സമരകാലം. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധ ചൂടിൽ കേരളം. കോട്ടയത്തും മലപ്പുറം തിരുനാവായയിലും പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. കോട്ടയം നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ കേരയിൽ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച അതിരുകല്ലുകൾ നാട്ടുകാർ പിഴുതെറിഞ്ഞു. കോഴിക്കോട് കല്ലായിയിലും എറണാകുളം ചോറ്റാനിക്കരയിലും സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇന്ന് വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോട്ടയം കുഴിയാലിപ്പടിയിലും മലപ്പുറം തിരുനാവായിലും അതിരുകല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയത്. നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ പ്രദേശത്തേക്കുള്ള പ്രധാന വഴികളെല്ലാം അടച്ചും നാട്ടുകാരെ തടഞ്ഞുമായിരുന്നു നടപടി. എന്നാൽ റബ്ബർ തോട്ടങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. വികസനമെന്ന് പറഞ്ഞാൽ ഇത് വികസനമാണോ? ഇത് മനുഷ്യരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചാൽ ഇത് വികസനമാണോ? എന്നാ പറയാൻ ഇനി വരുന്നതിന്റെ ബാക്കി ചത്താ ചത്തു, ജീവിച്ചാ ജീവിച്ചല്ലാതെ ഇപ്പൊ ഇനി എന്നാ പറയുന്നു. ഇവർക്കൊരു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമുണ്ടോ? ഈ അരി ഞങ്ങൾ തിരിച്ച് റേഷൻ കടയിൽ മേടിച്ചോണ്ട് പോയപ്പോ ഞങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങളുടെ ഒലച്ചാറാന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ബുദ്ധി ഈ പുള്ളി വെച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോകും, അങ്ങേയറ്റം നിങ്ങൾ വെടിവെച്ച് കൊല്ലും. അറിയാവോ, EMSന്റെ കാലത്ത് ഒരു ഗർഭിണിയാക്കുന്നതാ. കുഴിയാലിപ്പടിയിൽ സ്ഥാപിച്ച അതിരുകല്ല് നാട്ടുകാർ പിഴുതെറിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ ബലം പ്രയോഗിച്ച് കല്ലിടാനുള്ള ശ്രമത്തിൽ നിന്നും പോലീസും കേരയിൽ ഉദ്യോഗസ്ഥരും പിൻവാങ്ങി. മലപ്പുറം തിരുനാവായ പല്ലാറിൽ പോലീസ് എത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധവുമായി എത്തി. ഞങ്ങൾക്ക് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ എതിർക്കും. പിന്നെ എന്തിനാ ഈ ഒരു റെയിലും ഈ ഒരു വണ്ടിയോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനൊന്നുമല്ലല്ലേ, മന്ത്രിമാർക്ക് കിടക്കാനുള്ളതല്ലേ. മന്ത്രിമാർക്ക് കിടക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ ഇടങ്ങറാക്കിയിട്ട് ഒരു റെയിൽ പോകേണ്ട ആവശ്യമില്ല. 12 മണിയോടെയാണ് പല്ലാറിൽ വൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത്. മുദ്രാവാക്യം വിളിച്ചും മനുഷ്യച്ചങ്ങല തീർത്തും ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയതോടെ സംഘർഷമായി. തുടർന്ന് സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ ശക്തമായ പ്രതിഷേധമുണ്ടായ കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ഇന്നത്തെ സർവേ നടപടികൾ മാറ്റിവെച്ചു. അലൈൻമെന്റിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ഇത് പരിശോധിച്ച ശേഷം സർവേ പുനരാരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ പ്രതിഷേധം പരിഗണിച്ചാണ് താൽക്കാലികമായി സർവേ നിർത്തിവെച്ചതെന്നാണ് സൂചന. കേസിൽപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ ചോറ്റാനിക്കരയിൽ ചേർന്ന കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 കോട്ടയം, മലപ്പുറം. മലപ്പുറം കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കളക്ട്രേറ്റിൽ പ്രതീകാത്മകമായി കല്ലിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. കോട്ടയം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കളക്ട്രേറ്റ് വളപ്പിൽ പ്രതിഷേധ കല്ലുകൾ സ്ഥാപിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പത്തനംതിട്ട ജില്ലാ കളക്ട്രേറ്റിന് മുന്നിലും സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു.
സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ ബി.ജെ.പി. ചെങ്ങന്നൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സജി ചെറിയാന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരളയിൽ എംഡിക്കുള്ള വിവരം പോലും സജി ചെറിയാനോ മറ്റു മന്ത്രിമാർക്കോ ഇല്ലെന്ന് ബി.ജെ.പി. നേതാക്കൾ പരിഹസിച്ചു. മന്ത്രി സജി ചെറിയാന്റെ കാലഘട്ടത്തിനെതിരെ ശക്തമായി പ്രതിഷേധമറിയിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദിലീപിന് നോട്ടീസ്. 24-ന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ക്രൈംബ്രാഞ്ചാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, രാവിലെ മുതൽ വാർത്ത പോകുന്നുണ്ട് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന്. എന്താണ് നോട്ടീസിൽ പറയുന്നത്? കൃഷ്ണരാജ്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ സമയപരിധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അതായത് ഏപ്രിൽ 15 വരെയാണ് തുടരന്വേഷണത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നടൻ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 24-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാവണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് കേസിൽ തുടരന്വേഷണം ആരംഭിച്ചത്. പിന്നീട് കോടതി ഈ അന്വേഷണം അംഗീകരിക്കുകയും അന്വേഷണത്തിന്റെ സമയപരിധി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ദിലീപിന്റെ ഫോൺ രേഖകളടക്കം വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയിൽ നിന്നും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിനും സാക്ഷികളെ കൂറുമാറ്റുന്നതിനുമുള്ള ബോധപൂർവമായ ശ്രമം ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഫോൺ സന്ദേശങ്ങൾ കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി ഈ ഒരു തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. അനീഷ്, ചുരുക്കി പറഞ്ഞാൽ ദിലീപ് കൂടുതൽ കുരുക്കിലേക്ക്. തീർച്ചയായും ദിലീപ് കുരുക്കി എന്നത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ആദ്യഘട്ടത്തിൽ വിചാരണ നടപടികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാര്യമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ആക്ഷേപമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയിലടക്കം ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഒപ്പം പ്രോസിക്യൂഷനൊപ്പം നിന്ന പല സാക്ഷികളും പിന്നീട് മറുവശത്തേക്ക് നീങ്ങി എന്ന ചില വിവരങ്ങളും ലഭിച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് എന്താണ് ഇത്തരത്തിലെ മാറ്റങ്ങൾക്ക് പ്രേരണ ചൊലുത്തിയ കാര്യങ്ങൾ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പല സാക്ഷികളെയും അവരുടെ ഇടങ്ങളിൽ പോയി ഹോട്ടൽ മുറികളും മറ്റുമെടുത്ത് മറ്റ് പണവും ഒക്കെ നൽകിയാണ് ഇത്തരത്തിൽ കൂറുമാറ്റങ്ങൾ നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കൂറുമാറ്റങ്ങൾക്ക് പ്രേരിപ്പിച്ച സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ ദിലീപും കൂട്ടാളികളും ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ ഈ മൊബൈൽ ഫോൺ രേഖകളിൽ നിന്നും ലഭിച്ചതായി പറയുന്നു. ഈ ചില നടികളുമായി ബന്ധപ്പെട്ട് പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദിലീപ് നടത്തിയെന്ന വിവരങ്ങളും ഫോൺ രേഖകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കൂടി ആകത്തുക എന്ന രീതിയിലാണ് ദിലീപിനെ വീണ്ടും കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുന്നത്. കൃഷ്ണരാജ്, നടിയെ ആക്രമിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദിലീപിന് നോട്ടീസ്. 24-ന് ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. വിവരം നൽകുകയായിരുന്നു MS അനീഷ് കുമാർ. സിൽവർ ലൈനിൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കുമെന്ന് മന്ത്രി VN വാസവൻ. മാടപ്പള്ളിയിൽ കുഞ്ഞിന്റെ മുഖത്തേക്കടക്കം സമരക്കാർ മണ്ണെണ്ണ ഒഴിച്ചു. എന്നിട്ടും അറസ്റ്റ് ചെയ്ത് അകത്താക്കിയില്ലെന്ന് വാസവൻ പറഞ്ഞു. കേരളത്തിന് 5 മീറ്റർ ബഫർ സോൺ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. UDF പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ ഇടതുമുന്നണി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഈ നാട്ടിലെ ബഹുമാന്യരായ ജനങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയ്ക്ക് ഒരു മാൻഡേറ്റ് നൽകി. അന്ന് ഞങ്ങൾ വെച്ച പ്രകടന പത്രികയിൽ ഒരു സുപ്രധാനമായ കാര്യം പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ റെയിൽ പദ്ധതി നടപ്പാക്കും. സിൽവർ ലൈൻ പദ്ധതി, സെമി സ്പീഡ് റെയിൽവേ. ജനങ്ങളത് അംഗീകാരം നൽകി. സ്വാഭാവികമായി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക്, തെങ്ങണായിൽ ഒരാൾക്ക് ഭൂമി നഷ്ടപ്പെട്ടാൽ 4 ഇരട്ടിയാണ് നഷ്ടപ്രതിഫലം. വീട് കൂട്ടിപ്പോകുമെങ്കിൽ ആ വീടിന് പ്രത്യേക പ്രതിഫലം. അതുപോലെ ഫലവൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിന് പ്രത്യേക നഷ്ടപരിഹാരം. ഇത് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ പണം കിട്ടുന്നവരെ 12% വർധന വില. ഇനി അതിലുപരി ഏതെങ്കിലും അതിദരിദ്രനോ ഏറ്റവും പാവപ്പെട്ടവനോ ഉണ്ടെങ്കിൽ അവരുടെ ഭൂമിയാണ് എടുക്കുന്നെങ്കിൽ മറ്റൊരു പാക്കേജ് കൂടി ഉണ്ട്. ആ പാക്കേജ് ഈ നഷ്ടപ്രതിഫലം 4 ഇരട്ടി കൊടുക്കുന്നതിന് പുറമെ 5 സെന്റ് ഭൂമിയും 4 ലക്ഷം രൂപ വീട് വെക്കാനും വേറെ കൊടുക്കുന്നു. ഈ ഭൂമിയും സ്ഥലവും വാങ്ങുന്നില്ലെങ്കിൽ നഷ്ടപ്രതിഫലം 4 ഇരട്ടി കൊടുക്കുന്നതിന് കൂടെ 10 ലക്ഷം രൂപ കൊടുക്കുന്നു. ഗുണമാണോ ദോഷമാണോ?
സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്പോര്. സർക്കാർ കീഴടങ്ങില്ലെന്നും കല്ല് പിഴുതാൽ വീണ്ടും കല്ലിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമരക്കാരെ മുഖ്യമന്ത്രിയും കൂട്ടരും അധിക്ഷേപിക്കുന്നത് അധികാരം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കമ്മീഷൻ നേടുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ വിമർശനം. അതേസമയം സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി K രാജൻ ഒഴിഞ്ഞുമാറി. പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോഴും ഒരടി പോലും പിന്നോട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ വ്യക്തം. എല്ലാ സ്ഥലത്തും നടത്തിയാലും കല്ല് വേറെ കിട്ടും, കല്ല് വേറെ ഉണ്ടാക്കും. ഇവരെടുത്തുകൊണ്ട് പോയ കേരളത്തിൽ കല്ലിൻ്റെ ക്ഷാമമൊന്നുമില്ല. കേരളത്തിൽ കല്ലില്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് കല്ല് കൊണ്ടുവന്നിട്ട് കല്ല് ഉപയോഗിക്കും. ഈ സമരത്തിന് വയൽക്കിളി സമരത്തിന്റെ ഗതി വരുമെന്ന് AK ബാലനും സമരത്തിന് പിന്നിൽ വിവരദോഷികളെന്ന് EP ജയരാജനും പറഞ്ഞു. കോൺഗ്രസിന്റെ കുറ്റി ഉടൻ തന്നെ ജനങ്ങൾ പിഴുതെറിയുമെന്നായിരുന്നു MM മണിയുടെ പ്രതികരണം. അതിവേഗ റെയിൽവേയുടെ സ്കീം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി അല്ലേ? ആണക്കേടെ കൂട്ടത് പറയണ്ടേ ഉമ്മൻചാണ്ടി? എന്നാ ചരച്ചോണ്ടിരിക്കുക പറയണ്ടേ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന്? 20 കോടിയിലധികം രൂപയും മുടക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം പ്രതിപക്ഷം ഇന്നും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയത്. അധികാരം തലയ്ക്ക് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആരെയാണ് ഈ ഭയപ്പെടുത്തുന്നത്? ഭയമുണ്ടാവും, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഭയമുണ്ടാവും, അദ്ദേഹത്തെ പേടിയുണ്ടാവും. കാരണം പേടിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. പാർട്ടിയിൽ ചർച്ചയില്ല, ക്യാബിനറ്റിൽ ചർച്ചയില്ല, ഇടതുമുന്നണിയിൽ ചർച്ചയില്ല. ചർച്ച ചെയ്യാതെ അവിടെ നടക്കും. പക്ഷേ കൂടെ കുറേ ആളുകൾ ഭയന്ന് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് കരുതി നാട്ടിലുള്ള എല്ലാ ആളുകളും ഭയന്നാണ് നിൽക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. കൂടെയുള്ളവരെ കണ്ണാടിയിൽ കൂടി ഞങ്ങളെ നോക്കി കാണരുത്. മുഖ്യമന്ത്രിക്ക് ദാരി കെട്ടി തരും, അതുകൊണ്ട് നമുക്ക് വെറും വാക്കല്ല എന്ന് പറയും. ഇതുവരെ കൊടുത്തിട്ടുള്ളതെല്ലാം വെറും വാക്കുകളാണ്. ജനങ്ങളെ ഇതിന്റെ പേരിൽ കബളിപ്പിക്കാം എന്ന് ധരിക്കണ്ട. പദ്ധതിയിലൂടെ കമ്മീഷൻ നേടുകയെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. The state government or the leaders, some of the leaders in the government wants to make some commission, some money, fill their pockets. That's the ultimate aim of this project. ശബരിമലയിൽ സംഭവിച്ചത് സിൽവർ ലൈൻ വിഷയത്തിലും മുഖ്യമന്ത്രിക്ക് സംഭവിക്കുമെന്ന് K സുരേന്ദ്രൻ. ശബരിമലയുടെ അതേ അനുഭവമായിരിക്കും റെയിൽ വിഷയത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത്. അതേസമയം സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി K രാജൻ ഒഴിഞ്ഞുമാറി. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് പറയേണ്ട ഘട്ടത്തിൽ പറയാം. പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് പറയും, ഗവൺമെന്റ് അഭിപ്രായമാണെങ്കിൽ പിന്നീട് പറയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിൽവർ ലൈൻ പ്രതിഷേധത്തിനിടെ കോട്ടയം മാടപ്പള്ളിയിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കുട്ടിയുടെ മുന്നിലിട്ട് അമ്മയെ വലിച്ചിഴിച്ചതിനും പുരുഷ പോലീസുകാർ സ്ത്രീകളെ പിടിച്ചു വലിച്ചതിനുമാണ് കേസ്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണ S നായരുടെ പരാതിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കോട്ടയം പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇനിയൊരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പശ്ചിമബംഗാളിലെ ബീർഭൂമിൽ രാഷ്ട്രീയ കലാപം. തീവെപ്പിൽ 10 പേർ വെന്തുമരിച്ചു. തൃണമൂൽ പ്രവർത്തകരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ബോക്തോയി ഗ്രാമത്തിലാണ് സംഭവം. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ബാദു ഷെയ്ഖിനെ അജ്ഞാത സംഘം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. കൊലപാതകത്തെ തുടർന്ന് TMC പ്രവർത്തകർ വീടുകൾക്ക് തീവെച്ചതായാണ് ആരോപണം. 20ഓളം വീടുകൾക്കാണ് തീയിട്ടത്. താമസക്കാരെ വീടിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് തീ കൊളുത്തിയത് എന്നാണ് വിവരം. സംഭവമറിഞ്ഞെത്തിയ അഗ്നിശമന സേനയെ അക്രമികൾ വഴിയിൽ തടഞ്ഞു. തൃണമൂൽ പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ അക്രമ സംഭവങ്ങൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് TMC ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷ് പ്രതികരിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ബീർഭൂം രാംപുരാഹത് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഓഫീസറെയും SDPOയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കലാപമേഖലയിൽ വൻ പോലീസ് സന്നാഹമാണ് ഉള്ളത്. ന്യൂസ് 18 ഡൽഹി. പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് മറികടക്കാൻ സർവകക്ഷി യോഗം വിളിച്ചതിനെതിരെയായിരുന്നു വിമർശനം. കോടതി ഉത്തരവുകളോട് ഇതാണോ സമീപനമെന്ന് ചോദിച്ച കോടതി ഇതാണ് സമീപനമെങ്കിൽ പുതിയ കേരളമെന്ന് പറയരുതെന്നും വ്യക്തമാക്കി. ജനങ്ങൾക്ക് കടുത്ത പ്രഹരമായി ഇന്ധനവില വർദ്ധിപ്പിച്ചു.
ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 85 പൈസയും വർദ്ധിപ്പിച്ചു. ഡീസൽ വില വർധനയിൽ KSRTCയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്ന KSRTCയുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. വിലവിവരം അടക്കമുള്ള വിശദാംശങ്ങൾ ഹാജരാക്കാൻ എണ്ണ കമ്പനികളോട് കോടതി നിർദ്ദേശിച്ചു. കേസ് ഏപ്രിൽ 4-ന് വീണ്ടും പരിഗണിക്കും. പ്രായം കുറവാണെങ്കിലും പ്രതിഭയുടെ കാര്യത്തിൽ മുൻപിലാണ് ചില കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ന്യൂസ് 18 ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2. ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിഭയായി എത്തിയത് സിദ്ധാർത്ഥി പിള്ളിയായിരുന്നു. സിദ്ധാർത്ഥി പിള്ളി ബൈജൂസ് യങ് ജീനിയസിലെ അനുഭവം ആനന്ദ് നരസിംഹനുമായി പങ്കുവയ്ക്കുന്നു. यंग जीनियस के इस सफर में हम एक ऐसे होनहार बच्चे से मिले जो उस उम्र में कमा रहा है, कंपनी चला रहा है, प्रोजेक्ट्स बना रहा है, IIT के साथ काम कर रहा है, जिस उम्र में हम गिल्ली डंडा क्रिकेट खेलने में मसरूफ रहते थे. आइए पूछते हैं सिद्धार्थ पिल्ली से कि उन्हें यंग जीनियस में आकर कैसा लगा. हाय सिद्धार्थ, हाउ आर यू? Hello sir, I'm doing fine. How was your experience being a part of Byju's Young Genius Season 2? It was honestly very great. जैसे मैं आपको मिला था वो सब, it was really great honestly, and meeting all the crew, the entire journey, the shooting, it was honestly a very great experience for me. Were you nervous as you walked onto the stage, walked onto the set? Honestly, I was a bit nervous, but once I got that continuity, it was really exciting, and the whole journey was really memorable one. What is it that you're working on now? I believe you're doing some project with IIT, right? There is a pretty big news that's going to be coming forward. I mean, I can't really reveal yet, but my clue would be just a big company, mostly it's an MNC, it's a global worldwide company. I'll be working with a global worldwide company in just like a few weeks or so. And mostly I will be working as a research engineer. Wonderful. Please convey my regards to your parents, to your family, and of course to all of them at your office, at your workplace. Continue to shine on, Siddharth. Wonderful speaking with you. Thank you so much. It has been great interacting with you.